അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂരിലുള്ള നമ്മുടെ കോഷ്യസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കേട്ടോ. നമ്മുടെ ബാംഗ്ലൂർ മിത്തനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കോളേജ് വരുന്നത്. ഏകദേശം നമ്മുടെ ബാംഗ്ലൂർ സെൻട്രൽ തന്നെയാണ് കേട്ടോ. മജസ്റ്റിക് ഒരു 15 കിലോമീറ്ററാണ് നമ്മുടെ കോളേജിലേക്ക് വരുന്നത്. നമ്മുടെ കോളേജിൽ BSc നഴ്സിംഗ്, GNM, അലൈഡ് ഹെൽത്ത് സയൻസിന്റെ കോഴ്സുകളായ BSc OT, AT, MIT, MLT, റെസ്പിറേറ്ററി, ഡയാലിസിസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് കോഴ്സായ BBA വരുന്നുണ്ട്, MBA വരുന്നുണ്ട്, അതുപോലെ MCA വരുന്നുണ്ട്. അതുപോലെ നമുക്ക് BCA എല്ലാ ആഡ് ഓൺ കോഴ്സസ്, ഓൾമോസ്റ്റ് എല്ലാ ആഡ് ഓൺ കോഴ്സസ് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നമുക്ക് ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് വരുന്നുണ്ട്. ഭയങ്കര സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ ഇവിടെ നമ്മുടെ കോളേജിൽ BHMനുള്ളത്. നല്ല ട്രെയിനിങ് സെക്ഷനും കൂടാതെ തന്നെ നല്ല പ്ലേസ്മെന്റും കൊടുക്കുന്ന ഒരു കോളേജാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോഷ്യസിന്റെ മറ്റുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ കോഷ്യസിന്റെ BHMന്റെ ക്യാമ്പസ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്യാമ്പസിൽ നമ്മുടെ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റും അതുപോലെ തന്നെ MCA, MBA, എഞ്ചിനീയറിംഗ് ഇത്രയും സെക്ഷൻസ് ഇവിടെയാണുള്ളത്. അപ്പൊ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് സ്റ്റുഡൻസ് ഉള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മളുടെ കോഴ്സ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് നമ്മളുടെ കോഴ്സ് വരുന്നത് കേട്ടോ. നല്ല പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റൊക്കെ ആണെങ്കിൽ താജിലൊക്കെയാണ് നമ്മളുടെ കുട്ടികൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രാക്ടീസൊക്കെ അവിടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല അടിപൊളി ഒരു ക്യാമ്പസ് ലൈഫും കൂടി നമുക്ക് ഈ ഒരു കോളേജിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാം ഓൾമോസ്റ്റ് ഹാപ്പിയാണ്. നമുക്ക് ഏതൊരു കോഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് അതിനായിട്ടുള്ള നല്ല രീതിയിൽ നമുക്കൊരു മികച്ച റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് നമ്മുടെ കോഷ്യസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ കഫറ്റേരിയയിലാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റിംഗ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നത് ഒന്ന് ഫ്രണ്ട് ഓഫീസ്, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ താല്പര്യം അനുസരിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവരുടെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലാബിലാണെന്ന് ഞാനിപ്പോൾ ഉള്ളത്. അത് സ്റ്റുഡൻസിന് തീരുമാനിക്കാം ഏത് കാറ്റഗറിയിലാണ് അവർക്ക് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രാക്ടീസാണ് നമ്മുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ജോലി സാധ്യതകളാണ് നമ്മുടെ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ഡിപ്ലോമ കോഴ്സിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ബാച്ചലർ ഹോട്ടൽ മാനേജ്മെൻറ്റ് BH എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു നല്ല സാലറിയിൽ നിങ്ങൾക്ക് ഒരു കരിയർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ ക്രൂയിസ് ലൈനേഴ്സിലും അതുപോലെ തന്നെ എയർലൈൻസിൽ ക്യാബിൻ ക്രൂയിൽ ഗ്രൗണ്ട് സ്റ്റാഫൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കൂടെ തന്നെ നല്ല നല്ല വലിയ റെസ്റ്റോറൻറ്റുകളിൽ വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ കഫേകളിൽ, ഇതേപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കാറ്ററിംഗ് കമ്പനികൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് നല്ല മികച്ച രീതിയിലുള്ളൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള സാലറിയോട് കൂടെ നല്ല കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് നമുക്ക് ഏത് കോളേജിലാണോ പഠിക്കുന്നത് ആ കോളേജിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു ക്യാമ്പസ് ആണ് നമ്മുടെ കോഷ്യസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിലൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പഠിക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ വേറെ ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾക്ക് ബാംഗ്ലൂർ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മളുടെ കോഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മളുടെ കോഷ്യസിൻ്റെ ബേക്കിംഗ് ലാബാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാണുന്നത് ഒരു ഓവൺ ആണ് കേട്ടോ.
അതായത് സ്റ്റുഡൻസിന് സ്വന്തമായിട്ട് പ്രിപ്പറേഷൻ, ഇപ്പോൾ ഒരു ഷെഫ് ആവാനൊക്കെ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഇവർക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ കോളേജിനുള്ളിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത്, ഇപ്പോൾ 2 years കംപ്ലീറ്റ്ലി ഇവർക്ക് കൂടെ നമുക്ക് തിയറി പ്ലസ് പ്രാക്ടിക്കൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് കൂടെ തന്നെ ഇവർക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സ് ഏതാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിന് ഡിപ്ലോമ കോഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് നല്ല സാലറിയോട് കൂടെ നമുക്ക് ഇന്ത്യക്ക് പുറത്തെല്ലാം പോയി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു BHM കോഴ്സ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഡിപ്ലോമ കോഴ്സ് അല്ലാണ്ട് ഡിഗ്രി കോഴ്സായിട്ട് പഠിക്കണം. 4 year കോഴ്സാണ്. അപ്പോൾ ഈ 4 year കോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ നല്ല കോളേജിന് നമ്മൾ ചൂസ് ചെയ്യണം. കാരണം ഇതുപോലെ ഐറ്റംസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും മറ്റുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള കോളേജ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ കോഷീസിൻ്റെ ക്ലാസ് റൂംസ് വരുന്നത് കേട്ടോ. നല്ല പ്രൊഫഷണൽ ക്ലാസ് റൂമാണ്, നമ്മളുടെ ഹൈടെക് ക്ലാസ് റൂമാണ്, പ്രൊജക്ടറും കാര്യങ്ങളെല്ലാം ഉള്ള ക്ലാസ് റൂമാണ്. സ്റ്റുഡൻസിന് വളരെ സ്മൂത്തായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനാണ് കേട്ടോ നമ്മുടെ ക്ലാസ് റൂമിലുള്ളത്. നോർമലി ഇങ്ങനെ കാണാറില്ല, ചില ചുരുക്കം കോളേജുകളിൽ മാത്രമേ ഇങ്ങനെ ഒരു ക്ലാസ് റൂംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നല്ല ഫെസിലിറ്റിയാണ് കേട്ടോ സ്റ്റുഡൻസിന് ക്ലാസ് റൂംസിൽ പഠിക്കുന്ന കാര്യത്തിലുള്ളത്. അപ്പം ഞാൻ ഇന്നുള്ളത് നമ്മളുടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ നേരിട്ട് എങ്ങനെയാണ് ഫീഡ്ബാക്ക് എന്നുള്ളത്. What's your name? My name is Topper Sawalsi. Okay, you from? I am from Manipur. Are you satisfied with Koshis group of institution? Yes, I am satisfied. How is it about our overall college atmosphere? The environment is good and the faculties are more supportive to us and they are make to try like to make us confidence. Oh. And stuff. ഓക്കെ. ദെൻ എങ്ങനെ ഉണ്ടായിരുന്നു? പേരെന്തായിരുന്നു മോളെ? അഹാന. എവിടെയായിരുന്നു? കാസർഗോഡായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ കോളേജിന്റെ പ്ലേസ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? Okay. Third year we have internship. So നമ്മൾ എല്ലാവരും സെലക്ടഡ് ആയിട്ടുണ്ട് ആഫ്രിക്ക for 6 months. പിന്നെ നമുക്ക് കുറേ വർക്ക്ഷോപ്സ് ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്, ലൈക്ക് എല്ലാം ഇൻഡസ്ട്രി പ്രൊഫഷണൽസ് ഉണ്ട്. എല്ലാം നമുക്ക് നല്ല നല്ല ഫെസിലിറ്റി ആണല്ലേ. അതായത് നമുക്ക് ബാംഗ്ലൂർ തന്നെ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കാൻ നമുക്ക് ബെസ്റ്റായിട്ട്, അതായത് നമുക്കൊരു കൺഫ്യൂഷൻസും ഇല്ലാതെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണല്ലേ. അപ്പം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് കോളേജ്? ഓക്കെ. അപ്പം നിങ്ങൾ തന്നെ കേട്ടല്ലോ, ഇതാണ് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ വരുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഹോട്ടൽ റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക ആ ഒരു ഹോട്ടലിലെ റൂംസിൻ്റെ സർവീസാണ്. അതായത് റൂംസ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻറ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രാക്ടീസ് ആയിട്ട് നമ്മുടെ കോഴ്സസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൂം സർവീസിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബെഡ് മേക്കിംഗ്, അതുപോലെ നമുക്ക് പില്ലോ കവർ എങ്ങനെയാണ്, ഇതുപോലെയുള്ള ഈ ഓരോ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ കാണാനില്ലേ, ഈ അരങ്ങത്തിലൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നമ്മുടെ സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മുടെ കോളേജിൽ നിന്ന് കൊടുക്കുന്ന ഒരു കാര്യമാണ്. +2 കഴിഞ്ഞ് 100% പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഏത് കോഴ്സിന് പോകണം എന്നുള്ള പല സ്റ്റുഡൻസും ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊരു കോഴ്സായിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ബാച്ചുലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. നമ്മുടെ ഡിഗ്രി കോഴ്സ് തന്നെ പഠിക്കണം. ഡിപ്ലോമ കോഴ്സൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ ഡിഗ്രി കോഴ്സ് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല സാലറിയോട് കൂടെ നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് പോയിട്ടായാലും വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പിന്നീടുള്ളൊരു ചോദ്യം അത് ഏത് കോളേജിൽ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ തന്നെ, ബാംഗ്ലൂർ സെൻറ്ററിൽ നമുക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജായ കോഷീസിൽ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾ കണ്ടു. ഞാൻ അധികം കോളേജുകളിൽ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് കാണാറില്ല. ഓൾമോസ്റ്റ് ചില കോളേജസിലുണ്ട്, എങ്കിൽ പോലും നമുക്ക് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് നമ്മുടെ കോളേജിന് കൊടുക്കുന്നുണ്ട്. വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാ സ്റ്റുഡൻസിനും 100% പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പാസ്സായാൽ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി തിയറി പ്രാക്ടിക്കൽ അല്ല, പ്രാക്ടിക്കൽസ് ആയിട്ടാണ്, ട്രെയിനിങ് ആണ് ഇവർക്ക് പഠിക്കാനുണ്ടാവുക. അപ്പോൾ അത് ഇവിടെ നിന്ന് എല്ലാ രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം നമ്മുടെ കോളേജിൽ നിന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് കോളേജ് വരുന്നത്. നമ്മുടെ ബാംഗ്ലൂർ മിഥുനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കോളേജ്. മജസ്റ്റിക്കിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു
20 കിലോമീറ്ററിനുള്ളിലാണ് നമ്മുടെ കോളേജ് വരുന്നത്. അപ്പോൾ ഈ കോളേജിലെല്ലാം അഡ്മിഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ സ്റ്റുഡൻസിനെ ക്യാമ്പസ് ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കമ്പനീസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഇവിടെ നടന്ന ക്യാമ്പസ് ഇൻ്റർവ്യൂസിന് കമ്പനീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ നടന്നതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നല്ല പ്ലേസ്മെന്റ് നമ്മുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യാമ്പസ് ആണ് നമ്മളുടെ കോഴ്സസിന്റെ BSc നഴ്സിംഗ് അതുപോലെ GNM കോഴ്സൊക്കെ ഉള്ള ക്യാമ്പസ്. ഇതിൽ തന്നെ നമ്മുടെ അലൈഡ് ഹെൽത്ത് സയൻസിൽ BSc OT AT MIT MLT റെസ്പിറേറ്ററി അതുപോലെ ഡയാലിസിസ് എല്ലാം നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആണല്ലോ നമ്മുടെ കോളേജ് വരുന്നത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് നമ്മുടെ കോളേജിന് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമ്മുടെ കോളേജിനുണ്ട്. ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറമാണ് നമ്മുടെ കോഴ്സസിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മളുടെ ലേഡീസിന്റെ ഹോസ്റ്റൽ കേട്ടോ. അപ്പൊ ഇൻസൈഡ് ദി ക്യാമ്പസ് തന്നെയാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ വരുന്നത്. പല പാരന്റ്സും ചോദിക്കുന്നു, അതുപോലെ ടെൻഷനുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ഹോസ്റ്റൽ എവിടെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളുടെ കോഴ്സസിൽ ഇൻസൈഡ് ദി ക്യാമ്പസ് തന്നെയാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ വരുന്നത്. പിന്നെ ബോയ്സിന്റെ ഹോസ്റ്റൽ ഒരു 100 മീറ്റർ അപ്പുറത്താണ് കേട്ടോ, നമ്മുടെ കോളേജിന്റെ പുറത്താണ്. പക്ഷെ ഇവിടെ തന്നെ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ ഈ സ്റ്റുഡൻസ് നമ്മുടെ BSc നഴ്സിംഗിലെ പോസ്റ്റിങ്ങിന് പോയിട്ട് വരുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ കോളേജിൽ തന്നെ സ്റ്റുഡൻസിന് ഇവരുടെ ബസ്സിൽ തന്നെ പോസ്റ്റിങ്ങിന് കൊണ്ടുപോയിട്ട് തിരിച്ചിവിടെ തന്നെ ആക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. വന്നപ്പോൾ കാണാൻ പറ്റിയതാണ് കേട്ടോ. എൻവയോൺമെന്റൽ ഡേയ്സിന്റെ സെലിബ്രേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോളേജിൽ പഠനം എന്നതിനപ്പുറം നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റുഡൻസിന് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു മാം. സ്റ്റുഡൻസിന് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കണ്ടില്ലേ, സ്റ്റുഡൻസിന് നമുക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കോളേജിൽ നിന്ന് ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണത്. അപ്പോൾ ഈ കാണുന്ന ക്യാമ്പസ് ആണ് നമ്മളുടെ BBA അതുപോലെ BCA അതുപോലെ തന്നെ BCom വരുന്നത് കേട്ടോ. BCA തന്നെ നമുക്ക് AI ആൻഡ് ML അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ കോഴ്സുകളൊക്കെ നമ്മുടെ BCA വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ആഡ് ഓൺ പ്രോഗ്രാംസ് നമ്മുടെ BCA വരുന്നുണ്ട് നമ്മുടെ കോളേജിൽ. കൂടാതെ തന്നെ BBA നമുക്ക് ഏവിയേഷൻ, ലോജിസ്റ്റിക്, ബിസിനസ് അനലിറ്റിക്സ് അതുപോലെ നമുക്ക് BBA 2 സർട്ടിഫൈഡ് കോഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ IIT പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഏത് വേണം എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫെസിലിറ്റിയോട് കൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജാണ്. കൂടാതെ തന്നെ നമുക്ക് പ്ലേസ്മെന്റ് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ക്യാമ്പസ് ആണ് നമുക്ക് കോഴ്സസിന് BCA, BBA അതുപോലെ തന്നെ BComന് വരുന്നത് കേട്ടോ. ഇപ്പോൾ BCA ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ആഡ് ഓൺ കോഴ്സസ് അതിൽ നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഏതൊക്കെയാണോ ഉള്ളത് എന്നുള്ളത്. ഓൾമോസ്റ്റ് കുറേ കോഴ്സസ് നമ്മുടെ കോഴ്സസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മളുടെ കോഴ്സസിന്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു നഴ്സിംഗ് ക്യാമ്പസ് ആണ് കേട്ടോ, നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ.
അപ്പോൾ ഇതിൽ നമുക്ക് 40 സീറ്റാണ് നമ്മളുടെ നഴ്സിംഗ് സ്റ്റുഡൻസിന് വരുന്നത്. നമ്മളുടെ ലിറ്റിൽ ഫ്ലവറിൻ്റെ പേരിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലുണ്ട്. കുറച്ച് ഒരു 20 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ ഹോസ്പിറ്റൽ വരുന്നത്. ഇവിടെ INC KNC എല്ലാ രീതിയിലും അംഗീകാരം നമ്മുടെ കോളേജിനുണ്ട്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആണ് കോളേജ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ്ലി അത് ലിറ്റിൽ ഫ്ലവർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ്. അത് BS നഴ്സിംഗ് മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ഹോട്ടൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ BCA, BBA, BCom, BSc നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ്, MCA, MBA തുടങ്ങിയ ഏത് രീതിയിലുള്ള കോഴ്സ് ആണെങ്കിലും നല്ലൊരു ക്യാമ്പസിൽ ബാംഗ്ലൂർ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. കൂടാതെ തന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ചെയർമാൻ വരുന്നത് മലയാളിയാണ് കേട്ടോ. കാരണം നമ്മുടെ കർണാടക സ്റ്റേറ്റിലൊക്കെ നോർമലി അങ്ങനെ കാണാറില്ല. വളരെ റയറായിട്ടുള്ള കോളേജിൽ മാത്രമാണ് നമുക്കങ്ങനെ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫുകളും ടീച്ചേഴ്സ് എല്ലാം വരുന്നത് മലയാളി സ്റ്റാഫാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും സ്റ്റുഡൻസിന്. അപ്പോൾ നമുക്ക് നല്ലൊരു ക്യാമ്പസ് തന്നെയാണ് നമ്മുടെ കോഴ്സസ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. നല്ല പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ക്യാമ്പസ് വൈബ് നമ്മുടെ കോളേജിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കോളേജിൽ നമ്മുടെ അഡ്മിഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതിനുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.